നമസ്തേ. 2003 മെയ് 3 ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ദാസേട്ടനും കൃഷ്ണേട്ടനും ഉൾപ്പെടെയുള്ള 8 പേരുടെ മൃതദേഹങ്ങൾ മാറാട് കടപ്പുറത്ത് പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. നേരം ഇരുട്ടി തുടങ്ങി. ആർക്ക് ആരെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ഒരു നാട് മുഴുവൻ ഏങ്ങലടിച്ചു കരയുകയാണ്. തളർന്നു വീഴുന്നവരെയും ബോധം നഷ്ടപ്പെടുന്നവരെയും താങ്ങിപ്പിടിക്കാൻ പോലും ആർക്കും സാധിക്കുന്നില്ല. നാട്ടിലെ ധൈര്യശാലികളായ ചെറുപ്പക്കാർ പോലും പുഷ്പേട്ടൻ്റെയും സന്തോഷേട്ടൻ്റെയും ചന്ദ്രേട്ടൻ്റെയും അടുത്ത് നിന്ന് ഒന്നവരുടെ മുഖം പോലും നോക്കാനാവാതെ വാവിട്ട് കരഞ്ഞ രംഗങ്ങൾ. പോസ്റ്റ്മോർട്ടം ചെയ്ത വെള്ള തുണി കൊണ്ട് മൂടിക്കെട്ടിയാണ് 8 ശരീരങ്ങളും ദർശനത്തിന് വെച്ചത്. വെള്ള തുണിയുടെ പുറത്ത് പേരെഴുതി വെച്ചതാണ് തിരിച്ചറിയാനുള്ള ഏക വഴി. അത്രയ്ക്ക് ഭീകരമാക്കിയിരുന്നു ഓരോ ശരീരവും. ഉറ്റവർക്ക് അവസാനത്തെ ചുംബനം നൽകണമെന്ന് കരയുന്ന ഭാര്യമാരോടും അമ്മമാരോടും കണ്ടാൽ പേടിച്ചു പോകും, തുറന്നു കാണിക്കാൻ വയ്യ എന്നായിരുന്നു ശക്തിയില്ലാത്ത വാക്കുകളിലൂടെ മറുപടി നൽകിയത്. 2 മക്കളും ഇന്ന് ജീവനോടെ ഇല്ല എന്ന സത്യം അറിയിക്കാതെയാണ് പുഷ്പേട്ടൻ്റെ അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും പൊതുദർശനത്തിന് വെച്ച സ്ഥലത്തെത്തിച്ചത്. 2 പേരും കാണുന്നവരോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്, പുഷ്പൻ എവിടെയാണ്, സന്തോഷ് എവിടെയാണെന്നൊക്കെ. പുഷ്പേട്ടൻ എല്ലാവർക്കും മാതൃകയായി സംഘപ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. മാറാട് ഭീകരവാദം വളരുന്നു എന്ന് സമൂഹത്തോട് തുറന്നു പറഞ്ഞതാണ് പുഷ്പേട്ടൻ ചെയ്ത തെറ്റ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വ്യക്തിയായിരുന്നു സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. പുഷ്പേട്ടൻ്റെ അനിയത്തിയെ ആരോ താങ്ങിപ്പിടിച്ച് ചേട്ടൻ്റെയും അനിയൻ്റെയും അടുത്തെത്തിച്ചു. വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. സംസാരിക്കാനും ജന്മനാ അല്പം പ്രശ്നമുണ്ടായിരുന്നു ചേച്ചിക്ക്. അത് കഴിഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തി അറിയാവുന്ന പറയാവുന്ന ശക്തിയിൽ പറയുന്നുണ്ട്, 2 പേരുമുണ്ട്, നിങ്ങൾ കാണാൻ പോകണ്ടെന്ന്. പുഷ്പേട്ടൻ്റെ അച്ഛൻ നെഞ്ചിലടിച്ച് ഈശ്വരനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ രംഗം ഇന്നും മനസ്സിൽ മായാതെ വിങ്ങലായി നിൽക്കുന്നുണ്ട് സ്വയം സേവകരുടെ നെഞ്ചിൽ. ഒരു വിധത്തിൽ താങ്ങി പിടിച്ചാണ് പുഷ്പേട്ടൻ്റെ അമ്മയെ മക്കളുടെ മൃതദേഹത്തിനരികിൽ എത്തിച്ചത്. എനിക്കൊന്ന് എൻ്റെ മകനെ കാണണം, അവനെ ഉമ്മ വയ്ക്കണമെന്ന് കരഞ്ഞാവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വികൃതമാക്കിയിരുന്നു പുഷ്പേട്ടൻ്റെ ശരീരം. വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് മരിച്ചു എന്നുറപ്പായിട്ടും വലിയൊരു പാറക്കല്ലെടുത്തിട്ട് വികൃതമാക്കിയിരുന്നു ആ ശരീരം. മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും ആ അമ്മയ്ക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയാതെ മറുപടി പറയാതെ എല്ലാവരും കരച്ചിലായിരുന്നു. മാറാട്ടെ കടൽ തീരം പോലും ശാന്തമായിരുന്നു. ഭീകരതയുടെ പരീക്ഷണശാലയായി ആ മണ്ണിലെ നരാധമന്മാർ മാറ്റിയെടുക്കും വരെ. IS ലോകമെമ്പാടും ഇന്ന് നടപ്പാക്കുന്ന ഭീതി വിതച്ചും ഉന്മൂലനം ചെയ്തും മണ്ണ് പിടിച്ചെടുക്കാനും മതം വളർത്താനുമുള്ള ആദ്യ പരീക്ഷണശാലയായിരുന്നു മാറാട്. കളിച്ചും ചിരിച്ചും അധ്വാനിച്ചും ജീവിതത്തോട് ആറാടി നിന്ന ഒരു ജനതയ്ക്ക് നേരെ നടന്ന ഏകപക്ഷീയമായ കൂട്ടക്കൊല. ഭരണപ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് ഇത്തരം ഭീകരവാദി മുന്നേറ്റങ്ങളെ ശക്തിപ്പെടുത്താം എന്ന പരീക്ഷണത്തിലും അവർ ജയിച്ചു. പക്ഷേ തോൽപ്പിക്കാനാവില്ല. ചങ്കിൽ ചോരയുള്ള പോരാട്ട വീര്യത്തെയെന്ന് മാറാടിൻ്റെ മക്കൾ കാണിച്ചു കൊടുത്തു. അതിനവർക്ക് കെൽപ്പ് നൽകിയ പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും അവർക്ക് മറക്കാനാവില്ല. ആഗോള ഭീകരതയുടെ നഴ്സറിയിൽ നിന്ന് ഉത്പാദക മേഖലയാക്കി കേരളത്തെ മാറ്റുമ്പോൾ ഓർക്കുക, മാറാടിന് പറയാനുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ. മതഭീകരത എങ്ങനെ മനുഷ്യരെ ചെകുത്താന്മാരാക്കുന്നുവെന്ന്. പണവും അധികാരവുമുള്ള അവർ നിങ്ങൾ സുരക്ഷിതമെന്ന് കരുതി ഉറങ്ങുന്ന ഏതിടങ്ങളിലേക്കും ചോര ചിതറപ്പിച്ച് പാഞ്ഞെടുക്കുമെന്ന്. നിങ്ങളുടെ ചോരയ്ക്ക് മേൽ അവർ വീണ്ടും വീണ്ടും ഉന്മൂല പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന്. മാറാട് ചിലർക്ക് പരീക്ഷണശാലയായിരുന്നെങ്കിൽ നമുക്ക് മുന്നറിയിപ്പായി വിങ്ങുന്ന അനുഭവമാണ്. സദായുള്ള ജാഗ്രതപ്പെടലിൻ്റെ അടയാളങ്ങളാണ്. മതഭീകരതയുടെ വിത്ത് കുത്തിയവർ അത് മുളപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ചും. ഒരു പ്രശ്നവുമില്ലാതിരിക്കെ പാവങ്ങളായ ഒരു ജനതയെ അവരുടെ മണ്ണിലിട്ട് കൂട്ടത്തോടെ വെട്ടിക്കൊല്ലുന്നതിന് കലാപമെന്ന പേര് വിളിച്ച് അപമാനിച്ചവരാണ് കേരളീയർ. മാറാട് നടന്നത് കൂട്ടക്കുരുതിയായിരുന്നു, ഉന്മൂലനമായിരുന്നു. നാടിനെ ഭീകരതയുടെ വിളനിലമാക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു. ഇരുവിഭാഗം തമ്മിലുള്ള ഏറ്റുമുട്ടലാക്കി അതിനെ വഴിതിരിച്ചവരെ, കേസ് അന്വേഷണം അട്ടിമറിച്ചവരെ. നിങ്ങളുടെ തലയ്ക്ക് മുകളിലുണ്ട് ഇന്നവരുടെ ചാവേറുകൾ. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാനിറങ്ങിയ കുറ്റത്തിന് നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ജനകീയ വിചാരണ.